ഇതിപ്പോൾ സന്തോഷം കേരളത്തിൽ സത്യത്തിൽ ഞാനിപ്പോൾ ഓർത്ത് ഞാൻ അല്ലേ പറഞ്ഞത് അദ്ദേഹം ചന്ദ്രശേഖരനോട് തിരുവനന്തപുരം ബസ് ജയിപ്പിച്ചതിന് കേരളം രക്ഷപ്പെട്ടു. ആ തിരുവനന്തപുരത്തിലെ പഠയന്മാർ കാണിച്ച അബദ്ധക്കൊണ്ട് നമ്മൾ കേരളത്തിന് നഷ്ടമാണ്. ആ നഷ്ടം നികത്താൻ ഈ അദ്ദേഹത്തെ പ്രസിഡന്റ് സാർ ഉപകരിക്കുന്ന ഇതിപ്പോൾ ഒരു ഭാഗ്യം കേരളത്തെ ജനങ്ങൾക്ക് കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയമായി നമ്മൾ തകർന്നിരിക്കുക, സാമ്പത്തികമായി തകർന്നിരിക്കുക, പട്ടിണി കൊണ്ട് നശിക്കാൻ പോകുന്ന ഒരു കേരളത്തെ രക്ഷിക്കാൻ രക്ഷാമാർഗം ഒരു മനുഷ്യൻ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ ഒരു പാർട്ടി ശക്തിയായി മുന്നോട്ട് വെച്ചു. തീർച്ചയായും ജനങ്ങൾ അത് സ്വാഗതം ചെയ്തു. വളരെ സന്തോഷം സംശയം. ഒരു കാര്യങ്ങളും പറയാറില്ല. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ ഇടത് വലത് മുന്നണികളും മുഴുവൻ മാധ്യമങ്ങളും ക്ഷമിക്കണം പറയുമ്പോൾ മുഴുവൻ മാധ്യമങ്ങളും എതിർത്തപ്പോഴും അതിൻ്റെ എല്ലാം അവഗണിച്ചുകൊണ്ട് സ്ട്രോങ്ങായി നിന്ന് യുദ്ധം ചെയ്ത് പോരാടി BJP ഈ നിലയിൽ എത്തിച്ച സുരേന്ദ്രൻ ഉൾപ്പെടെ സുരേന്ദ്രൻ മാത്രമല്ല സുരേന്ദ്രൻ ഉൾപ്പെടെ ടീം വളരെ അധികം നന്ദി അറിയിക്കുന്നു. പിന്നെ സുരേന്ദ്രൻ എല്ലാവർക്കും പേര് പറയാനായിട്ട് എല്ലാ പ്രിയ പറയുന്നത് സത്യത്തിൽ വളരെ ശക്തമായ പോരാട്ടമാണ്. കാരണം ഇടതുപോലെ മുന്നിലും മാധ്യമങ്ങൾ ക്ഷണിക്കാൻ ഞാൻ പറയാം മാധ്യമങ്ങൾ എതിർത്തിട്ടുമാണ് ഫൈറ്റ് ചെയ്തത്. ആ ഫൈറ്റിൽ സുരേന്ദ്രൻ പിന്തുണ ഞങ്ങളെല്ലാം കൂടെ വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ ആ സ്ഥാനം എടുക്കുന്ന ഭാരവാഹികളെ നന്ദിയോടുകൂടി ഞാൻ കാണുന്നു എന്നാണ് പറയാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് സംശയമില്ല. 26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇതുവരെ പറഞ്ഞൊരു 30 സീറ്റാണ് ഞാൻ പറയുന്നു. രാജീവ് ചന്ദ്രശേഖറും ആ പുതിയ ടീം വന്നു കഴിയുമ്പോൾ എൻ്റെ വിശ്വാസം കേരളം ഭരിക്കാനുള്ള ഭൂരിപക്ഷം കേരളത്തെ ജനങ്ങൾ നൽകുമെന്നാണ് എൻ്റെ വിശ്വാസം. സംഘടനാ സംവിധാനം കൃത്യമായി അങ്ങനെ പരിചയമുള്ള ഒരാളല്ല, അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു. അതൊക്കെ അബദ്ധമാണ്. അതൊക്കെ അദ്ദേഹത്തെ ഇഷ്ടമില്ലാത്ത ആളുകൾ പറയുന്ന ഒരു നുണകളാണ്. അദ്ദേഹം സംഘടനാ സംവിധാനം അറിയത്തില്ല, ആരോട് പറയാൻ കൊള്ളുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ ഒരു മന്ത്രിയായി സേവനം ചെയ്ത മനുഷ്യനാണ്. വളരെ ശക്തിമത്തായി നിങ്ങൾ ഏഷ്യാനെറ്റിനെ അദ്ദേഹത്തിൻ്റെ കൂടുതൽ വർത്താനം ഞാൻ പറയണം. അപ്പോൾ ഞാൻ ഇതിനെ കൂടുതൽ വർത്താനം പറയുന്നത് അദ്ദേഹം എല്ലാ രീതിയിലും നല്ല കഴിവുള്ള ഒരു വ്യക്തിത്വമാണ്. തീർച്ചയായും BJP സംബന്ധിച്ചുകൊണ്ട് ഇതിപ്പോൾ ഒരു ലാഭം, BJPയുടെ അണികളെ സംബന്ധിച്ച് ഇതിപ്പോൾ സന്തോഷകരമായ ഒരു കാര്യം ഇല്ല എന്ന് തന്നെ പറയുന്നത്. ഗ്രൂപ്പില്ലല്ലോ, അതല്ലേ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഈ നാട്ടുകാരെല്ലാം കൂടെ നിങ്ങളുടെ പത്രക്കാർ കേരളത്തിലെ ഇടതും വലത് നേതാക്കന്മാരെല്ലാം കൂടെ കൂടി BJPക്ക് അത് ഗ്രൂപ്പ് ഉണ്ടാക്കുക. ആ ഗ്രൂപ്പ് ഉണ്ടാക്കും ഗ്രൂപ്പുകളെല്ലാം തീർന്നില്ല. ഇപ്പോൾ ഇദ്ദേഹം വന്നോളൂ ഗ്രൂപ്പ് എന്ന് പറയുന്നത് തീർന്നില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഗ്രൂപ്പ് ഇല്ലാന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷേ നേതാക്കന്മാരെ ഒരു സ്ഥാനത്തെ പറ്റി വളരെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തായി നീക്കം നടത്താൻ കഴിഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ വരവ് രാജീവ് ചന്ദ്രശേഖർ സംശയിയുടെ ഇതിനെ കൂടുതൽ പറയുന്നത് വലിയ നേട്ടത്തിലേക്കല്ലേ വരാൻ പോകും. തീർച്ചയായും ഞാൻ വളരെ വിനയത്തോടെ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിക്ക് വന്നതാണ്. നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കൾ വളരെ വിനയത്തോടെ എനിക്ക് അപേക്ഷയുണ്ട്. ഞങ്ങളെ നല്ല കാര്യങ്ങളെ നിങ്ങൾ അനുകൂലിക്കുക. ഞങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ ശിക്ഷിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ ഞങ്ങളെ അനുകൂലിക്കാനുള്ള ഒരു നിഷ്പക്ഷമായ സമീപനം മാധ്യമം സ്വീകരിക്കണമെന്ന് വിനയ പരിശ്രമം നിങ്ങളെല്ലാ പത്രപ്രവർത്തകരും അഭ്യർത്ഥിക്കുന്നു.